നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്നത്തെ റീഡിംഗ് എടുക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് അവരെ വിശ്വസിക്കാൻ പറ്റുമോ? അവർ നിങ്ങളെ ശരിക്കും ആ ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു സ്നേഹമാണോ അവരുടെ ഉള്ളിൽ എന്ന് നമുക്ക് നോക്കാം. സിറ്റുവേഷൻ സാഹചര്യങ്ങളൊക്കെ പലതായിരിക്കും. ഓക്കെ, അത് വേറെ കാര്യം. ബട്ട് നമ്മൾ പറയില്ലേ, ജസ്റ്റ് ഒന്ന് ക്യാമറ ലേശം. ഓക്കെ, ഫൈൻ. ഓക്കെ, സിറ്റുവേഷൻ സാഹചര്യങ്ങളൊക്കെ വേറെ കാര്യം. ബട്ട് നിങ്ങളോടുള്ള അവരെ മനസ്സിൽ അറ്റ്ലീസ്റ്റ് ചെയ്യണോ, നിങ്ങൾക്ക് കുറച്ച് അവർക്ക് സമയം കൊടുക്കാനോ അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യാനോ ഒക്കെ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് കാത്തിരിക്കണോ ഈ വ്യക്തിയെ എന്ന രീതിക്ക് നമുക്കൊന്ന് നോക്കാം. സോ ലെറ്റ്സ് സീ. ഓക്കെ, 4 of Pentacles upright, 8 of Swords reverse, Ace of Swords reverse, Devil reverse, and Lovers reverse. Wow. Okay, Chariot ഉണ്ട് ഇവിടെ. ഓക്കെ, ഓക്കെ, സി ഇവിടെ സിറ്റുവേഷൻ ബേസ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പാസ്റ്റിൽ ചില വേദനകൾ ഉണ്ടായിട്ടുണ്ട്, ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിട്ടുണ്ട്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, സോ ഇവിടെ കുറച്ച് കാർഡ്സ് ഒന്നും മറക്കുന്നുണ്ട്, ചിലത് എന്തായാലും ഇങ്ങനെ ഇരുന്നോട്ടെ. ഓക്കെ, സോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്ത എനർജി വരുന്നുണ്ട് എനിക്ക്. ഓക്കെ, ഒരു ബിട്രയൽ എന്ന് പറയാം. അതായത് നിങ്ങളെ ബാക്ക് സ്റ്റാബ് ചെയ്തു, നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തി എന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരു ചതിക്കുന്ന രീതിയിൽ നിങ്ങളുടെ അടുത്ത് പെരുമാറിയിട്ടുണ്ട്. ഓക്കെ, ഒരു സിറ്റുവേഷൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പാസ്റ്റിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ യെസ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ശരിക്കും അവരെ വിശ്വസിക്കാൻ തന്നെ പറ്റാത്തത്. ഓക്കെ, ആൻഡ് എവിടെയോ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഹോൾഡ് ബാക്ക് ചെയ്യുന്ന രീതിക്കും എനിക്ക് കാണുന്നുണ്ട്. അവരൊരുപാട് മനസ്സിലുള്ളൊന്നും തുറന്ന് പറയുന്നില്ല എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ പേഴ്സൺ ഇപ്പം ആക്ഷൻ എടുക്കുന്നില്ല, ശരിയാണ്. ഓക്കെ, പേഴ്സൺ ആക്ഷൻ എടുക്കുന്നില്ല. ആൻഡ് ഇവിടെ എനിക്ക് ഒരുപാട് അവർ എല്ലാം മറച്ചു വെക്കുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. പക്ഷേ അവർ ചില സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരുന്ന ഒരു സമയമാണിപ്പോൾ. ഓക്കെ, പാസ്റ്റിൽ ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്. നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെ അവർ തേർഡ് പാർട്ടിയിലേക്ക് ഇട്ട് കാണാം. കാരണം ലവേഴ്സ് എനർജി ഉണ്ട് ഇവിടെ. സോ തേർഡ് പാർട്ടി എനർജി വരുന്നുണ്ട്, ബിട്രയൽ ഉണ്ട് ഇവിടെ. സോ യെസ്, നിങ്ങൾ ഒരു തേർഡ് പാർട്ടി ഇടയിൽ വന്ന് കാണും. ആ തേർഡ് പാർട്ടി ആരും ആവാം. ഇവിടെ പ്രത്യേകിച്ചൊരു റിലേഷൻഷിപ്പാണ് നമ്മൾ പറയുന്നത്. ബട്ട് അല്ലെങ്കിൽ അവർ വേറെ ലൈഫിൽ എന്ത് കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർ ഫാമിലി ആയിരിക്കാം, ഫാമിലി തടസ്സങ്ങളായിരിക്കാം, വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഒരു തടസ്സം നിങ്ങളുടെ ഇടയിൽ വന്നിരുന്നു. സോ തേർഡ് പാർട്ടിയെ അവർ ചൂസ് ചെയ്തു എന്ന രീതിക്കായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിൽ പോയി എന്ന രീതിക്കായിരിക്കാം. വേറൊരു ബന്ധം അവരുടെ ലൈഫിലുള്ളത്, ആ ബന്ധത്തിനെ അവർ ചൂസ് ചെയ്തു. ഇപ്പോൾ ഓൾറെഡി മാരീഡൊക്കെ ആണെങ്കിലും ഓക്കെ, ആ ബന്ധത്തിനെ അവർ ചൂസ് ചെയ്തു എന്ന രീതിക്ക് നമുക്ക് പറയാം. അല്ലെങ്കിൽ എവിടെയോ നിങ്ങളെ വേദനിപ്പിച്ചു, ലൈക്ക് വെരി ഷോർട്ടായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്, ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടുണ്ട്, ഡെവിൾ എനർജി ഉണ്ട്. സോ ആക്ച്വലി ഡെവിൾ ആൻഡ് ലവേഴ്സ് റിവേഴ്സാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ പേഴ്സൺ ചില അഡിക്ഷൻസ് നിന്ന് ഇപ്പോൾ പുറത്തു വരാൻ തുടങ്ങുന്നു എന്നാണ്. ചില നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരാൻ തുടങ്ങുന്നു എന്നാണ്. 8 of Swords ഉണ്ട്. 8 of Swords നമ്മളത് റിവേഴ്സാണ് വന്നത്. സോ അതിൽ നിന്ന് പുറത്തു വരികയാണ് അവർ പെട്ട് നിൽക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അവർ പുറത്തു വരാൻ ശ്രമിക്കുന്നു എന്നാണ് എനിക്ക് കാണുന്നത്. അവർ പാസ്റ്റിൽ ചില കാര്യങ്ങൾ യെസ് അവർ ചെയ്തിട്ടുണ്ട്, തെറ്റായത് ചെയ്തിട്ടുണ്ട്. നിങ്ങളോട് ബിഹേവിയർ, അവരുടെ ചില ബിഹേവിയർ ആയിരിക്കാം, ചില സ്വഭാവങ്ങളായിരിക്കാം, നിങ്ങളോട് പെരുമാറുന്ന രീതികൾ. ഓക്കെ, അങ്ങനെ ടോക്സിക് ആയിട്ടുള്ള ചില ബിഹേവിയർ അവർ നിങ്ങളോട് കാണിച്ചു കാണും. അല്ലെങ്കിൽ അവർ വേറെ ജസ്റ്റ് ഫ്ലേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ വേറെ അഡിക്ഷൻസ് അവർക്ക് ഉണ്ടാവാം, ചിലപ്പോൾ അതും ഉണ്ടാവും. ഓക്കെ, കുറച്ച് പേർക്ക് അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ടാവും, ഡ്രിങ്കിങ് അങ്ങനത്തെ കാര്യങ്ങൾ. അതൊക്കെ അവരുടെ സ്റ്റക്കായിട്ട് നിന്നിരുന്നു അവരതിൽ, അല്ലെങ്കിൽ വേറൊരു റിലേഷൻഷിപ്പിലായിരിക്കാം. എന്തിൽ നിന്ന് സ്റ്റക്കായിരുന്നു അതിൽ നിന്ന് ഇപ്പോൾ അവർ പുറത്തു വരാൻ ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ലവേഴ്സ് എനർജിയും പറയുന്നത് തീരുമാനമെടുക്കുക എന്ന് മാത്രമല്ല, അവർ നിങ്ങളെ അല്ലാതെ വേറൊരു വ്യക്തിയെ ചൂസ് ചെയ്തു. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എവിടെയോ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ഈ കാര്യം. ഓക്കെ, അതുകൊണ്ട് തന്നെ ബട്ട് ഇപ്പോൾ എനിക്ക് കാണുന്നത് അവർ അതിലെല്ലാം പുറത്തു വരാൻ ശ്രമിക്കുന്നു എന്ന രീതിക്കാണ്, അല്ലെങ്കിൽ പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ അവർ ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ട്, ശരിയാണ്. ഇപ്പോൾ അവരൊന്നും തുറന്ന് സംസാരിക്കുന്നില്ല നിങ്ങളോട്. ആൻഡ് ഇവിടെ ആക്ഷൻ എടുക്കുന്നതായിട്ടും എനിക്ക് കാണാനില്ല. ഓക്കെ, നിങ്ങളുടെ ടുവേർഡ്സ് ആക്ഷൻ, കാരണം ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ല ഇപ്പോൾ അവർക്ക് തന്നെ. ഓക്കെ, അവർ തന്നെ ഇപ്പോൾ ഒരു മനസ്സൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നിലും. ഓക്കെ, അവരിപ്പോൾ വല്ലാതെ
അവരുടെ മനസ്സ് തന്നെ കൺഫ്യൂസ്ഡ് ആണ് എന്ന രീതിക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയാം നമുക്ക്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ആർഗ്യുമെൻറ്റ് വന്ന് കാണും. ഓക്കെ, ബട്ട് അതിൽ നിന്നെല്ലാം ഇപ്പോൾ പുറത്തു വരാൻ ശ്രമിക്കുന്ന പോലെയാണ് നിങ്ങൾ തമ്മിലുള്ളത്. എല്ലാം ഒന്ന് ശരിയാക്കാൻ, ബെറ്ററാക്കാൻ ഉള്ള ഒരു അവസരം വരുന്നു എന്നാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ഓക്കെ, അവർ എല്ലാം കഴിഞ്ഞു, മാറി ക്ലിയറായി എന്നല്ല, ബട്ട് മാറ്റങ്ങൾക്ക് തുടക്കം ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ആ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് അവരിപ്പോൾ ഒന്നും പറയുന്നില്ല, എക്സ്പ്രസ് ചെയ്യുന്നില്ല. ബിക്കോസ് ഇതെല്ലാം അവരെ ഉള്ളിൽ ഗോ ത്രൂ ചെയ്യാണ്, അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് അറിയാം ദാറ്റ് ഇനി ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ, ശരിയായ തീരുമാനം ഞാൻ എടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എവിടെ പെട്ട് നിൽക്കുന്നു അതിൽ നിന്ന് ഞാൻ പുറത്തു വരാൻ ഇനി ഞാൻ ശ്രമിച്ചില്ലെങ്കിൽ ഇനി നിങ്ങളെ നഷ്ടപ്പെടും എന്ന രീതിക്ക് അവർ ആക്ച്വലി എവിടെയോ നിങ്ങളെ നഷ്ടപ്പെടാതിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുകൂടി പറയാം. ഓക്കെ, നിങ്ങളെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന രീതിക്ക് കൂടിയാണ്. ആൻഡ് ഇവിടെ ചാരിയറ്റ്, ഞാൻ അതെന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും പോസിറ്റീവായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ചാരിയറ്റ് ഉണ്ട്, 9 of Cups ഉണ്ട്, 10 of Cups ഉണ്ട്. സോ ഇവിടെ പറയുന്നത് ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, കാരണം അവർക്ക് എവിടെയോ തിരിച്ചറിയുന്നുണ്ട് ദാറ്റ് അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് നിങ്ങളാണ് എന്നുള്ള അവർ തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, ആൻഡ് 9 and 10 of Cups വെരി നൈസ്. സി അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ ഇതുവരെ അവർക്ക് അവരുടെ ടുവേർഡ്സ് ഒരു സന്തോഷത്തിലേക്ക് അവർ വരുന്ന പോലെയാണ്. ഓക്കെ, അവർക്ക് തിരിച്ചറിയുന്നുണ്ട് എന്താണ് എൻ്റെ സന്തോഷം എന്നവർ തിരിച്ചറിയുന്നുണ്ട്. ഒരു വൈറ്റും ഉണ്ട്, ഇവിടെ ഒരു ബ്ലാക്കും ഉണ്ട്. സോ നമുക്ക് പറയാം ദാറ്റ് മനസ്സിൻ്റെ കൺഫ്യൂഷൻ, 2 വ്യക്തികൾ അല്ലെങ്കിൽ 2 സാഹചര്യങ്ങൾ, 2 സിറ്റുവേഷൻ, അല്ലെങ്കിൽ അവരെന്താണോ നിങ്ങളുടെ അടുത്ത് വരുന്നതിൽ നിന്ന് തടഞ്ഞിരുന്നത് അതിൽ നിന്ന് ഓക്കെ അവരിപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട് ദാറ്റ് അവർക്ക് എന്താണ് ശരിക്കും സന്തോഷം തരുന്നത്, എന്താണ് അവരുടെ ലൈഫിൽ സന്തോഷം കൊണ്ടുവരുന്നത് നിങ്ങളാണ്. ഓക്കെ, ഒബ്വിയസ്ലി നിങ്ങളാണ്. ആൻഡ് ആ തീരുമാനത്തിലേക്ക് അവരെത്തിയ പോലെയാണ്. അതിനു വേണ്ടി അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ മുന്നോട്ട് വരാൻ ഇപ്പോൾ തയ്യാറാണ് എന്നാണ്. അവർക്ക് സന്തോഷം കിട്ടുന്നത് നിങ്ങളിലാണ്. ഓക്കെ, ഞാൻ സെപ്പറേറ്റ് കാർഡ്സ് എടുക്കാം. ഓക്കെ, എന്തായാലും ആക്ച്വലി ടോക്സിക് സിറ്റുവേഷൻ ഇവിടെ എൻഡ് ആവുന്ന രീതിക്കാണ്. ചില കാർമിക് സിറ്റുവേഷൻ ആണ്. ആക്ച്വലി ലവേഴ്സ് കാർഡ് നമ്മൾ പാസ്റ്റ് ലൈഫിൻ്റെ കാര്യം പറയും. ഓക്കെ, ആൻഡ് ഡെവിളും ഇതൊക്കെ നമ്മൾ പറയുന്ന ഒരു കാർമിക് സിറ്റുവേഷൻ എന്ന രീതിക്ക് എടുക്കുമ്പോൾ ലവേഴ്സ് റിവേഴ്സൊക്കെ വന്നാൽ നമ്മൾ കാർമിക് എന്ന് പറയും. അവർ കാർമിക് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അവർ സ്റ്റക്കായിരുന്നു. അതിപ്പോൾ അഗൈൻ ബന്ധങ്ങളായാലും ശരി, ഫാമിലി ആയാലും ശരി, മാരീഡ് ആയിരുന്നാലും ശരി, വേറെ ബന്ധമായിരുന്നാലും ശരി. ഓക്കെ, അല്ല വേറെ ഫ്രണ്ട്സിൻ്റെ വാക്കുകൾ കേട്ടു, ഫാമിലിയുടെ വാക്ക് കേട്ടു, അച്ഛനമ്മമാരെ തടഞ്ഞു, വോട്ടെവർ എന്ത് കാര്യമായാലും ശരി, ആ ഒരു ടോക്സിറ്റിയിൽ നിന്ന് ഇപ്പോൾ അവർ പുറത്തു വരാൻ തുടങ്ങുകയാണ്. ഈ കാർഡ് എനിക്കിപ്പോൾ ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അതിൽ നിന്ന് റിവേഴ്സ് ഇത് വന്ന സ്ഥിതിക്ക് യെസ് അവരതിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുന്നു. എന്തിലാണ് അവർ പെട്ടെന്ന് അവരുടെ കാഴ്ചപ്പാട് മാറ്റാൻ ശ്രമിക്കുകയാണ്. അവരിപ്പോൾ ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ട്, എന്താണ് എനിക്ക് മെത്തേഡ്, എന്താണ് എനിക്ക് വഴി, എന്താണ്. ഇപ്പോൾ ഇതിൽ ഇങ്ങനെ വന്നാണെങ്കിൽ നമ്മളിവിടെ പെട്ട് നിൽക്കുന്നു എന്ന് പറയും. ഓക്കെ, പക്ഷെ പുറത്തു വരാൻ സാധിക്കും. ഇത് നമ്മൾ ഇന്നലെ വന്ന കാർഡിതാണ്, നമുക്ക് പെട്ട് നിൽക്കുന്നു എന്നുള്ള തോന്നലാണ് അല്ലേ. ബട്ട് ആ പേഴ്സൺ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് ദാറ്റ് ഇനി എനിക്ക് എന്തെങ്കിലും എൻ്റെ സന്തോഷം എനിക്ക് വേണമെങ്കിൽ, എൻ്റെ ലൈഫിലെ ഹാപ്പിനെസ് എനിക്ക് വേണമെങ്കിൽ ഞാനിത് ചെയ്തേ പറ്റൂ, ഞാൻ അതിനുള്ള ആക്ഷൻ ഞാൻ എടുത്തേ പറ്റൂ എന്നവർ തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, സോ ട്രസ്റ്റ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ യെസ് ആണ്. ഓക്കെ, ബട്ട് ഞാൻ പറയാം, ഇപ്പോൾ അവരുടെ ഇൻറ്റൻഷൻ, അവർക്ക് നിങ്ങളോടുള്ള ഇൻറ്റൻഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. പ്യുവർ ആണോ എന്നുള്ളത്. യെസ്, 2 of Pentacles, വെരി നൈസ്, 8 of Pentacles and 7 of Pentacles. See, 6 of Cups reverse and വാവ്, ലൈക്ക് എനിക്ക് 6 വീണ്ടും വന്നിട്ടുണ്ട്. 6 വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, എന്തായിരുന്നു ഞാൻ പറയാൻ വന്നത്? ഓക്കെ, പാസ്റ്റ് ലൈഫിനെ കുറിച്ചാണ്. ഓക്കെ, സോറി, പാസ്റ്റ് ലൈഫിൻ്റെ കാര്യം ഞാൻ ഒന്ന് ആലോചിച്ചാണ്. സോ യെസ്, ഇവിടെ നിങ്ങളോട് അവർ 2 സിറ്റുവേഷൻ അവർ ജഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവർ മൾട്ടിപ്പിൾ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ എന്ത് കാര്യം ആയിക്കോട്ടെ, നമ്മളതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട. ഓക്കെ, പല കാര്യങ്ങളും ഉണ്ടായിരുന്നുണ്ടാവും. അതിനെ അവർ എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാനൊക്കെ അവർ ശ്രമിച്ചു. പക്ഷേ ഇപ്പോൾ അവർക്ക് അറിയാം ദാറ്റ് ഇനി അത് പറ്റില്ല, എനിക്കിനി ഇത് അധിക കാലം ചെയ്യാൻ പറ്റില്ല എന്നാണ്. ബിക്കോസ് 2 റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ ഫാമിലിയാണ്. ഫാമിലിയൊക്കെ ടോട്ടലി വിട്ട് വരും എന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെയല്ല, അങ്ങനെ നിങ്ങൾ എടുക്കരുത്. അത് സാഹചര്യത്തിനനുസരിച്ചിട്ടായിരിക്കും. അത് കർമ്മയൊക്കെ എൻഡ് ആകുമ്പോഴേ അതൊക്കെ നടക്കുള്ളൂ. ഓക്കെ, ബട്ട് എനിവേ ഇപ്പം നമുക്ക് അറ്റ്ലീസ്റ്റ് അവരുടെ മനസ്സിൽ ഓക്കെ അവർക്ക് ഏതിനാണ് ഇമ്പോർട്ടൻസ് എന്ന രീതിക്ക് അവർക്ക് തിരിച്ചറിയുന്നുണ്ട്. കാരണം അവർ ഇങ്ങനെ ഇനി ഈ ബാലൻസിങ് പറ്റില്ല, അധികകാലം എനിക്ക് 2 കാര്യങ്ങൾ ഇങ്ങനെ വെച്ച് ജഗിൾ ചെയ്യാൻ പറ്റില്ല എന്നവർ തിരിച്ചറിയുന്നുണ്ട്. ആൻഡ് അതിൽ നിന്ന് ഒന്ന് അവർ ഡ്രോപ്പ് ചെയ്തേ പറ്റൂ. ഓക്കെ, ഒന്ന് അവർ വിട്ട് കളഞ്ഞേ പറ്റൂ എന്ന രീതിയിലാണ്. ആൻഡ് അവർ നിങ്ങളെ എനിവേ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ വേണം എന്നാണ്, നിങ്ങളാണ് അവരുടെ വിഷ് ഫുൾഫിൽമെൻറ്റ്. സോ യെസ്, അവർ നിങ്ങളെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അവർ തീരുമാനം എടുക്കുന്ന പോലെയാണ്, ഡിസിഷൻ എടുക്കുന്ന പോലെയാണ്. ആൻഡ് ഇവിടെ 8 of Pentacles യെസ്, അതിന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ബന്ധത്തിൽ എഫർട്ട് ഇടാൻ ആഗ്രഹിക്കുന്നു എന്ന രീതിയിലാണ്. ആൻഡ് വീണ്ടും ഒരു നിങ്ങൾ തമ്മിൽ വീണ്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട്, അതായത് ഡെയിലി നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരം കാര്യങ്ങൾ വീണ്ടും ഈ റിലേഷൻഷിപ്പിനെ ബെറ്റർ ആക്കണം എന്ന രീതിക്ക് അവർ എഫർട്ട് ഇടാൻ തയ്യാറാണ്. ഇവിടെ ആക്ച്വലി ചെടിയും ഇവിടെ പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. സോ യെസ്, അവർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, വീണ്ടും
ഒരു ഗ്രോത്ത് ആഗ്രഹിക്കുന്നു. പക്ഷെ സ്ലോ ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ എടുത്ത് ചാടി ഒന്നും ചെയ്യുന്നു എന്ന രീതിക്കല്ല ഞാൻ പറയുന്നത്. ബട്ട് അവർ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പ്ലാൻ ചെയ്യുന്നുണ്ട് ഇനി എങ്ങനെ എന്താ വേണ്ടത് എന്ന രീതിക്കൊക്കെ കുറച്ച് സ്ലോ ആയിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ ഇവിടെ 6 of Cups റിവേഴ്സ് വന്നിട്ടുണ്ട്. സോ അവർക്ക് അറിയാം ദാറ്റ് അവർ നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള അറിയാം. അതായത് ഒരാൾ അങ്ങോട്ട് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് അവർ തിരിച്ചറിയുന്നുണ്ട് ദാറ്റ് അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് നിങ്ങൾക്ക് തന്നത് പോരാ എന്നൊക്കെ അവർക്ക് തിരിച്ചറിയുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ സോളാർ എക്ലിപ്സ് കടന്നുപോയി, പിന്നെ മറ്റേ ന്യൂ മൂൺ അമാവാസി കടന്നുപോയി. മാത്രമല്ല ഫയർ ഹോഴ്സിൻ്റെ ഇയർ തുടങ്ങിയ ശേഷം മാറ്റങ്ങൾ യൂണിവേഴ്സിൽ ഫുൾ ഉണ്ട് എന്നാണ്. ഓക്കെ, ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല സ്നേക്കിൻ്റെ വർഷം അവസാനിച്ചു അല്ലേ, ചില കാര്യങ്ങൾ റിലീസിങ് എന്ന രീതിക്ക് വരുന്നുണ്ട്. സോ എവിടെയും എനിക്ക് ആ റിലീസിങ് എനർജിയാണ് വരുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്തിലാണോ പെട്ട് നിന്നത് അതിനെ റിലീസ് ചെയ്യുന്ന പോലെയാണ് കാണുന്നത്. ഓക്കെ, സോ അവർക്ക് നിങ്ങളുമായിട്ട് എന്താണ് ഫീലിങ്സ് എന്ന് ഇപ്പോൾ എന്താ തോന്നുന്നത് എന്ന് പറയാം. ഡെത്ത്, ഹാങ്മാൻ റിവേഴ്സ് ആണ്, വെരി ഗുഡ് അഗൈൻ. 9 of Swords, King of Pentacles, Ace of Cups, World. അവരിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അവരിപ്പോൾ തന്നെ മെച്യൂരിറ്റി എത്തി എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, ബട്ട് തുടക്കങ്ങളുണ്ട് ഇവിടെ. ഓക്കെ, മാറ്റം, ഡെത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ ട്രാൻസ്ഫോർമേഷൻ ആണ്, ചേഞ്ച് ആണ്, ഒരു ന്യൂ ബിഗിനിങ് എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ചിലത് എൻഡ് ചെയ്യുന്നു, ചിലത് ന്യൂ ബിഗിനിങ്. സോ നിങ്ങളുടെ ഇടയിൽ ഒരു ന്യൂ ബിഗിനിങ് വരാനുള്ള സമയമാണ്. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ അതായത് നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷനിൽ ഒരു മാറ്റം സംഭവിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ അതായത് മാറ്റങ്ങൾ അവരിൽ കൊണ്ടുവരണം എന്നവർ തിരിച്ചറിയുന്നുണ്ട്. അവർ ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും തുടങ്ങിയിട്ടുണ്ട്. അവർ ചില റിയലൈസേഷൻസ് അവർക്ക് വരുന്നുണ്ട്. ഞാൻ എന്ത് തെറ്റ് ചെയ്തു, എന്താണ് മാറ്റേണ്ടത് എന്നൊക്കെ അവർക്ക് മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ചേഞ്ച് അവരുടെ ഉള്ളിൽ വരുന്നതായിട്ട്. ഹാങ്മാൻ റിവേഴ്സ് വന്നാൽ തന്നെ നമുക്ക് പറയുന്നത് അവർ ഹാങ്മാൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റക്കായി നിൽക്കുന്നു എന്ന് പറയും. ബട്ട് അഗൈൻ 8 of Swordsൻ്റെ സെയിം എനർജി. അവർ പുറത്തു വരാൻ തുടങ്ങുകയാണ്. എന്തിലാണോ പെട്ട് നിന്നത് അല്ലെങ്കിൽ എന്താണോ അവർ ഇത്രയും കാലം സ്റ്റക്കായിട്ട് നിന്നത് അതിൽ നിന്ന് പുറത്തു വരാൻ തുടങ്ങുകയാണ്. ഓക്കെ, സോ റിവേഴ്സായി. സോ ഹാങ്മാൻ റിവേഴ്സ് ഞാൻ കാർഡ് കൂടി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. സോ അതായത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഹാങ്മാൻ റിവേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് പുറത്തു വരികയാണ്. ഈ പെട്ട് നിൽക്കുന്നതിൽ നിന്ന് പുറത്തു വരികയാണ്. അവർക്ക് ചില തിരിച്ചറിവുകൾ കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, റിയലൈസേഷൻസ് വരുന്നുണ്ട് അവർക്ക്. ഞാനിവിടെ കുറച്ച് ടെൻഷൻ ഉണ്ട് ഇപ്പോഴും. ഓക്കെ, ഇപ്പോഴും ഫുള്ളായിട്ട് അവർ എല്ലാം ക്ലിയർ ആയി എന്ന് ഞാൻ പറയുന്നില്ല. അവരുടെ മനസ്സിനുള്ളിൽ ചില ടെൻഷൻ, ആങ്സൈറ്റി ഉണ്ട് ഇപ്പോഴും. അതായത് ഈ സിറ്റുവേഷൻ എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കാം. നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടായിരിക്കാം. ഓവറോൾ അവരുടെ ലൈഫിനെ കുറിച്ച് ചിന്തിച്ചിട്ടായിരിക്കാം. ഓക്കെ, സോ എവിടെയോ അവർ കുറേ കൂടി കുറച്ച് ടെൻഷൻ ഇപ്പോഴും ഉണ്ട്. സോ അതുകൊണ്ടാണ് ആക്ഷൻ വരാത്തത് ഇപ്പോഴും. ബട്ട് അവർ പുറത്തു വരാൻ അറ്റ്ലീസ്റ്റ് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ളൊരു സമയമായി വരുന്നുണ്ട് എന്ന രീതിക്ക് നമുക്ക് പറയാം. ലാസ്റ്റ് കാർഡ്സ്, ഫ്യൂച്ചർ നമുക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക? വാട്ട് ഇസ് ദിസ്? ദ സ്റ്റാർ കാർഡ് റിവേഴ്സ്. ഓക്കെ, 7 of Swords റിവേഴ്സ് അല്ല, സോറി 5 Swords ആണ് റിവേഴ്സ്. വെരി ഗുഡ്, കുഴപ്പമില്ല. 5 Cups റിവേഴ്സ്, വെരി നൈസ്. വാവ്. അവർ ആക്ഷൻ എടുക്കും, പക്ഷെ ചെറിയ ആക്ഷനാണ്, ചെറിയൊരു സ്റ്റെപ്പാണ്. ഓക്കെ, വലിയ നമ്മൾ ഇതൊന്നും എന്താ പറയുക, എർത്ത് ക്വേക്കൊന്നും പ്രതീക്ഷിക്കേണ്ട. ഓക്കെ, ഭൂമി കുലുക്കൊന്നും പ്രതീക്ഷിക്കേണ്ട. ചെറിയൊരു സ്റ്റെപ്പ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഓക്കെ, അവർ അറ്റ്ലീസ്റ്റ് അവരെ ഒരു മെസ്സേജ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു പെട്ടെന്ന് ഇല്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാഷ്വലായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്ന പോലെ ഉണ്ടാവും. അങ്ങനെ അത്രേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒരു എൻക്വയറി വരുന്ന പോലെ. ഇവിടെ സ്റ്റാർ റിവേഴ്സ് ആണ്. ഓക്കെ, എവിടെയോ കുറച്ച് അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നവർക്ക് അറിയുന്നില്ല. അതാണ് മെയിനായിട്ട്. ഓക്കെ, കുറച്ച് നെഗറ്റിവിറ്റി ഉണ്ട് അവരുടെ ഉള്ളിൽ ഇപ്പോഴും. ഒരു നെഗറ്റീവ് ഫീലിംഗ് ഇപ്പോഴും ഉണ്ട്. കാരണം ഇവിടെ കൂടുതലും 5 Swords പക്ഷേ റിവേഴ്സ് ആണ്. സോ കോൺഫ്ലിക്റ്റ് ഒന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നു. അഗെയിൻ 5 Cups ലോസ്, അതിൽ നിന്ന് അവർ പുറത്തു വരാൻ ആഗ്രഹിക്കുന്നു. ഒരു പോസിറ്റീവ്നെസ്സിലേക്ക് വരാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, ബട്ട് എവിടെയോ ആ ഒരു ഡിപ്രഷൻ എനർജി ലേശമുണ്ട്. ദാറ്റ് ഇതുവരെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തിട്ടായിരിക്കും എവിടെയോ അവരുടെ ഉള്ളിലൊരു ഡിപ്രഷൻ എനർജി ഇപ്പം ഉണ്ട് ലേശം. ഓക്കെ, അതുകൊണ്ട് മെസ്സേജ് വരും. ഒരു ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ചെറുതായിട്ടെങ്കിലും ഓക്കെ ഒരു ഇൻഫർമേഷൻ അതിനുവേണ്ടി, അല്ലെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് നോക്കുന്നുണ്ട് എന്നുകൂടിയാണ്, നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന രീതി കൂടിയാണ്. ഓക്കെ, സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളെ. ബട്ട് ആക്ഷൻ വൈസ് ഒരു അല്പം ഡിലേ ആണ് കുറച്ച്, ബിക്കോസ് ഇപ്പോൾ അവർ ആ പ്രോസസ്സിങ് ടൈമാണ്. അതാണ്. ഓക്കെ, സോ അവരെ ഒന്ന് വിട്ടേക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഡെക്ക് എടുക്കാം. നമുക്ക് സിറ്റുവേഷനെ കുറിച്ച് യൂണിവേഴ്സ് എന്താ കാണിക്കുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം. ചില കാർമിക് സമയങ്ങൾ ഓക്കെ വന്നു പോകുന്നത് അത് സിറ്റുവേഷനിൽ മാറ്റങ്ങൾ ആവശ്യം വരുമ്പോഴാണ്. അത് യൂണിവേഴ്സായിട്ട് ചെയ്യുന്നതാണ്. ചില കാർമിക്കിനിടയിൽ കൊണ്ടുവന്നിടും. ഓക്കെ, അപ്പം അതങ്ങനെ ആ കാർമിക് സിറ്റുവേഷൻ ചില ലെസൺസ് കൊടുക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണിന് ചില ലെസൺസ് കൊടുക്കുകയാണ്. നിങ്ങൾക്കും ഉണ്ട് അവിടെ ലെസൺ. ഓക്കെ, നിങ്ങൾ നിങ്ങളെ തന്നെ ചൂസ് ചെയ്യണം എന്നുള്ള ലെസണാണ് ഇവിടെ. കോഫിൻ, എൻഡിങ്, ഡെത്ത് ആൻഡ് കോഫിൻ ഒന്നിച്ചു വന്നു കണ്ടോ. ബ്ലോയിങ് കിസ് ആൻഡ് അസെൻഡിങ്. വാവ്. നേരത്തെ നമ്മുടെ ഡബിൾ കാർഡ്, വെരി നൈസ്. ഹെൽത്തി ചോയ്സസ്, ഗുഡ് ജോബ്. ടോക്കിംഗ്, കീ ഓണറിങ്,
ഓപ്ഷൻ കീപ് ഇറ്റ് സാരോ. ഓക്കെ, സി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരു ഓപ്ഷനായിട്ട് അവരുടെ ലൈഫിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നു, തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. അതിപ്പോൾ ആരും ആവാം, ഈവൻ മാരീഡ് ആണെങ്കിൽ ഫാമിലി അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പ്, ഫ്ലർട്ടിങ്, എന്ത് വേണമെങ്കിൽ എടുത്തോളൂ. ഓക്കെ, അവരങ്ങനെ പലതും അവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇല്ല എന്നല്ല, അവർ യെസ് ചെയ്തിട്ടുണ്ട്. അതെന്ത് കാര്യത്തിലാണ്, ഈവൻ അഡിക്ഷൻസ് പറഞ്ഞു, സോ മേ ബി ഡ്രിങ്കിങ്, അങ്ങനത്തെ കാര്യങ്ങൾ. സോ എന്ത് തന്നെ ആയാലും ഓക്കെ, അതിൻ്റെ താഴെയുള്ള കാർഡ്സ് കൂടി നിങ്ങൾ കാണിക്കാം. നമ്മൾ നെഗറ്റീവ് പറഞ്ഞ് നിർത്തണം. എനിവേ ഇവിടെ വളരെ പോസിറ്റീവ് ആണ് വന്നത്. സോ ഇവിടെ അവരിപ്പോൾ എന്താണ് ഡെത്ത് കാണുന്നുണ്ട്. സോ അഗൈൻ ന്യൂ ബിഗിനിങ്ങിൻ്റെ ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. സോ ചില എൻഡിങ്സ് വന്ന് കാണും. നിങ്ങളുടെ ഇടയിൽ ചില എൻഡിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ന്യൂ ബിഗിനിങ് വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടാണ്. ചില കാര്യങ്ങൾ അവർ റിയലൈസ് ചെയ്യാൻ, നിങ്ങൾ റിയലൈസ് ചെയ്യാൻ, നിങ്ങൾ തമ്മിലുള്ള സെപ്പറേഷൻ സമയം അത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, രണ്ടുപേരും നിങ്ങളെ അത് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ബ്ലോയിങ് കിസ്, യെസ്, അവർ നിങ്ങളെ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കും എന്ന രീതിക്ക് നമുക്ക് പറയാം. അസെൻഡിങ്, യെസ്, പേഴ്സൺ സ്പിരിച്വലി അല്ലെങ്കിൽ സ്പിരിച്വലി എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളത്രയൊന്നും എന്തായാലും ആവില്ല. ഓക്കെ, അവരിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് പറയാം. അന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ചില കാര്യങ്ങൾ, പഠിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ, അവർ പ്രിപ്പയറിംഗ് ഫോർ യൂണിയൻ, ന്യൂ ഫേസ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ യെസ്, നിങ്ങൾ തമ്മിൽ ഒരു പുതിയ ഫേസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യം ഇവിടെ കാണുന്നുണ്ട്. ഹെൽത്തി ചോയ്സസ്, യെസ്, അവരിപ്പോൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നുണ്ട്. ഇത് സെൽഫ് ലവ്, സെൽഫ് കെയർ ഒക്കെ ഉണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ കാര്യത്തിലായിരിക്കും. ബട്ട് പേഴ്സൻ്റെ ഭാഗത്ത് ഞാൻ പറയുകയാണെങ്കിൽ അവർ ഹെൽത്തി ചോയ്സസ് എടുക്കാൻ തുടങ്ങി. അതായത് ഇപ്പോൾ അവർ മനസ്സിലാക്കാൻ തുടങ്ങി ദാറ്റ് ഇനി ഞാനിങ്ങനെ കളിച്ചാൽ ശരിയാവില്ല, ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ പെട്ട് നിന്ന് കഴിഞ്ഞാൽ അത് ശരിയല്ല, എൻ്റെ ലൈഫിൽ വേണ്ടത് നല്ല ചോയ്സസ് ഞാൻ എടുക്കാൻ തുടങ്ങണം എന്ന് തീരുമാനിക്കുന്ന പോലെയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ടോക്കിംഗ് കാണുന്നുണ്ട്. യെസ്, അവർ നിങ്ങളെ അവിടെ സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരും തീർച്ചയായിട്ടും. ഓക്കെ, ആൻഡ് ഇവിടെ അഗെയിൻ സെയിം തിങ് ഞാൻ പറഞ്ഞ പോലെ, യെസ്, അവർക്ക് ഫീലിങ്സ് ആരോടാണ് എന്നുള്ളത് അവർ റിയലൈസേഷൻ അവർക്ക് വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങളെ വിട്ട് നിൽക്കുമ്പോഴാണ് ശരിക്കും അവർക്ക് ആ ഫീലിംഗ് അവർ റിയലൈസ് ചെയ്യുന്നത്. ബട്ടർഫ്ലൈ അഗെയിൻ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ് പറയുക. ഡെത്ത്, കോഫിൻ, ഇതെല്ലാം പറയുന്നത് ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ്, മാറ്റങ്ങളെക്കുറിച്ചാണ്. സോ നിങ്ങളുടെ പേഴ്സണിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു, അതാണ് ഇവിടെ നടക്കുന്നത്. ആക്ച്വലി നിങ്ങളിലും ഉണ്ടാവും തീർച്ചയായിട്ടും. ഓക്കെ, നിങ്ങളും മാറുന്നുണ്ടാവും, നിങ്ങൾ സെൽഫ് ലവിലേക്ക് വരുന്നുണ്ടാവും, നിങ്ങൾ അവനവനെ ചൂസ് ചെയ്യുന്നുണ്ടാവും. പേഴ്സൺ നിങ്ങൾ നിങ്ങളെ തന്നെ ചൂസ് ചെയ്യുമ്പോഴാണ് അവർ നിങ്ങളെ ചൂസ് ചെയ്യുക. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതുകൊണ്ടാണ് ഈ സെൽഫ് ലവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്. എപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ചൂസ് ചെയ്യുന്നോ അപ്പോഴേ അവരും നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുള്ളൂ. ബിക്കോസ് നിങ്ങൾ നിങ്ങളെ തന്നെ ചൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും, ഓക്കെ, എനിക്ക് ഈ ടോക്സിക് ബിഹേവിയർ എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ, കാർമിക് സിറ്റുവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ വേണ്ട എന്ന് നിങ്ങൾ പറയാൻ പഠിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങൾ പറയുമ്പോഴാണ് ആ പേഴ്സണിന് ശരിക്കും നിങ്ങളുടെ വാല്യൂ മനസ്സിലാവുക. ഓക്കെ, നിങ്ങളെ തന്നെ താഴ്ത്താൻ നിങ്ങൾ തയ്യാറല്ല എന്ന് മനസ്സിലാവുമ്പോഴാണ് അവർ ഉയരാൻ തുടങ്ങുക. ഓക്കെ, ഇതൊക്കെയാണ് ലെസൺസ്. ഓക്കെ, എനിവേ പോസിറ്റീവായിട്ടിരിക്കുക. ഇപ്പോൾ പേഴ്സൻ്റെ മെസ്സേജ് ഒന്നും വന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, സമാധാനമായിട്ടിരിക്കുക, ശാന്തമായിട്ടിരിക്കുക, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക, അവർ വരും. ഓക്കെ, ലെറ്റ് ദം റിയലൈസ് എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, സോ ലെറ്റ് ദം ടേക്ക് ദെയർ ടൈം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.